ഞാൻ ആ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കത്തില്ല. എൻ്റെ പുതിയ ഭർത്താവിനെ കൊണ്ട് എന്തായാലും ഞാൻ നിൽക്കത്തില്ല. നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ഒരുപാട് വിവാദങ്ങൾക്ക് ശേഷം ബിഗ് ബോസിലേക്ക് പോയ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു രേണുസുതി. എന്നാൽ വളരെയേറെ പോസിറ്റീവായി പ്രേക്ഷകരുടെ പിന്തുണയോടുകൂടി തന്നെയാണ് രേണുസുതി ബിഗ് ബോസിൽ നിന്നും തിരിച്ചിറങ്ങിയത്. ബിഗ് ബോസിന് ശേഷവും ഒരുപാട് ഷോകളും ഇൻ്റർവ്യൂകളും ഒക്കെയായി തന്നെ തിരക്കിലായിരുന്നു രേണുസുതി. പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഒക്കെ തന്നെ രേണുസുതി ഇൻ്റർവ്യൂകളിൽ സംസാരിച്ചിരുന്നു. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ഫിറോസ് KHTC നൽകിയ ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വല്ല തീരുമാനവും എടുക്കുന്നുവെങ്കിൽ ആ വീട് തിരിച്ചു തന്നേക്കണേ, നമുക്കത് മറ്റാർക്കെങ്കിലും നൽകാം. ഇതായിരുന്നു പോസ്റ്റ്. എന്നാൽ ഇതിനെതിരെ ശക്തമായി തന്നെ രേണുസുതി പ്രതികരിച്ചിരിക്കുകയാണ്. വിവാഹം എന്നത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്നും രേണുസുതിയുടെ പേരിൽ ഫിറോസ് വീട് എഴുതി നൽകിയിട്ടില്ല, സുതി എന്ന വ്യക്തിയുടെ മക്കളുടെ പേരിലാണ് ആ വീട് എഴുതി നൽകിയിട്ടുള്ളതെന്നും രേണുസുതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കല്യാണം അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. ഞാൻ കല്യാണം കഴിക്കുകയോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. അതെൻ്റെ ഫാമിലിക്കും അല്ല എൻ്റെ മക്കളെയും ബാധിക്കുന്ന എന്നെയും ബാധിക്കുന്ന കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ കെട്ടാൻ പോകുന്ന ആളെയും ബാധിക്കുന്ന കാര്യമാണ്. അതൊന്നും പുറമേ ഉള്ള ആൾക്കാർ ടെൻഷൻ അടിക്കുമോ ഒന്നും ചെയ്യണ്ട. ചിലപ്പോൾ ഞാൻ കെട്ടി, ചിലപ്പോൾ കെട്ടാതില്ല. അത് എൻ്റെ ഇഷ്ടമാണ്. ഞങ്ങളുടെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യമാണ്. അതിന് ഈ കിടന്ന് ടെൻഷൻ അടിച്ച് വീട് തിരിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് എവിടുത്തെ ന്യായമാണ്? എനിക്ക് ആരും ഒരു വീട് എഴുതി തന്നിട്ടില്ല ഇതുവരെയായിട്ട്. പിന്നെ എഴുതി തന്നാലേ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. എനിക്ക് ആരും പോലും 2 വർഷം കഴിയുമ്പോൾ ഞാൻ ഇനി കല്യാണം കഴിച്ചാൽ പോലും ആ വീട്ടിനകത്ത് എന്തായാലും ഞാൻ നിൽക്കും. മനസ്സിലായി? ആ കല്യാണം കഴിക്കുന്ന ആളെ ഞാൻ നിർത്തണം. പോരെ, അതുപോലെ അത്രയും ഞാൻ എന്തായാലും വാക്ക് തന്നല്ലോ. അപ്പം ഫിറോസിക്ക അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. കല്യാണം ഒരു നിമിഷം ഇനി കഴിച്ചാൽ ഞാൻ ആ വീട്ടിൽ ഒരു ദിവസം പോലും നിൽക്കത്തില്ല. എൻ്റെ പുതിയ ഭർത്താവിനെ കൊണ്ട് എന്തായാലും ഞാൻ നിൽക്കത്തില്ല. നിങ്ങൾ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട.